സ്വാമി ചിദാനന്ദപുരിയെ ബിജെപിക്കാർ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പോഴേ അക്കാര്യം തുറന്നു പറയണം. ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ 18 മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥികൾക്ക് ബിജെപി വോട്ട് നൽകണമെന്ന സ്വാമിയുടെ നിലപാടിനോടുള്ള അഭിപ്രായം മുസ്ലിം ലീഗും വ്യക്തമാക്കണം. കാരണം ഈ 18-ൽ മലപ്പുറവും പൊന്നാനിയും പെടും. RSS നേതൃത്വം കൊടുക്കുന്ന ശബരിമല കർമ്മസമിതിയുടെ രക്ഷാധികാരിയാണ് ചിദാനന്ദപുരി എന്നതിനാൽ ഈ അഭിപ്രായ പ്രകടനങ്ങളെ നിസ്സാരമായി കാണാൻ കഴിയില്ല. ടൈംസ് ഓഫ് ഇന്ത്യക്ക് അനുവദിച്ച അഭിമുഖത്തിലാണ് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ ബിജെപിക്കാർ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചത്. കെ സുധാകരനെ പോലെയുള്ള നേതാക്കൾ ശബരിമല സമരത്തിൽ നൽകിയ സേവനങ്ങൾ മറക്കാനാകില്ലെന്നും ചിദാനന്ദപുരി ചൂണ്ടിക്കാട്ടുന്നു. കോഴിക്കോട് കൊളത്തൂരിലെ അദ്വൈതാശ്രമം അധിപനായ ഈ സ്വാമി സംഘപരിവാർ സംഘടനകളുമായി ഏറെ അടുപ്പമുള്ള വ്യക്തിയാണ്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന നാമജപ സമരത്തിന്റെ മുന്നണി പോരാളിയായിരുന്നു ചിദാനന്ദപുരി. ബിജെപി UDFുമായി അടവുപരമായ സഖ്യമുണ്ടാക്കി ഇടതുപക്ഷത്തിന്റെ തോൽവി ഉറപ്പാക്കണമെന്നതാണ് സ്വാമിയുടെ ഉറച്ച അഭിപ്രായം. 20 സീറ്റിൽ ജയിക്കാൻ ബിജെപിക്ക് കഴിയാത്തതിനാൽ ഹിന്ദു വോട്ട് പ്രായോഗികമായി വിനിയോഗിക്കാനാണ് ആഹ്വാനം. ബിജെപിക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് എന്നീ കക്ഷികൾ ഏതായാലും അതിന്റെ പിന്തുണ തേടണമെന്നും മറ്റിടത്ത് തിരിച്ചു സഹായിക്കണമെന്നുമാണ് സംഘപരിവാർ അണികൾക്കുള്ള ഉപദേശം. അതായത് തിരുവനന്തപുരവും പത്തനംതിട്ടയും ഒഴികെ വോട്ട് മറിക്കണമെന്നതാണ് ഉള്ളിലിരിപ്പ്. ശബരിമല വിഷയം ഇടതു സർക്കാരിനെ അടിക്കാനുള്ള വടിയായി പരമാവധി ഉപയോഗപ്പെടുത്തിയാൽ നേട്ടം കൊയ്യാമെന്നാണ് ചിദാനന്ദപുരി അഭിപ്രായപ്പെടുന്നത്. സംഘപരിവാറിന്റെ അടുത്ത ആളായ കൊളത്തൂർ മഠാധിപതി അഭിമുഖത്തിൽ താൻ ബിജെപിക്കാരനല്ലെന്നും അവകാശപ്പെടുന്നുണ്ട്. തന്റെ അഭിപ്രായം രാഷ്ട്രീയ കക്ഷികളുടെ ശരിയായ തീരുമാനത്തിന് വഴികാട്ടിയാകുമെന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് അഭിമുഖം അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. വടകര ഉൾപ്പെടെ കോലിബി സഖ്യസാധ്യത ആരോപിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് കരുത്തു പകരുന്നതാണ് സംഘപരിവാർ സഹയാത്രികനായ സ്വാമിയുടെ ഈ അഭിപ്രായ പ്രകടനങ്ങൾ. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രചരണമാക്കുന്ന ബിജെപിക്ക് കർമ്മസമിതിയുടെ തലപ്പത്തുള്ള ചിദാനന്ദപുരിയുടെ അഭിപ്രായത്തിലുള്ള നിലപാട് വ്യക്തമാക്കാൻ ഇനി ബാധ്യതയുമുണ്ട്. കേന്ദ്രത്തിൽ കീരിയും പാമ്പുമായി മോദിയും രാഹുലും ഏറ്റുമുട്ടുമ്പോൾ കേരളത്തിൽ മാത്രം അവിശുദ്ധ സഖ്യം ഉരുത്തിരിയുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഉദ്ദേശശുദ്ധിയെ തന്നെയാണ് ചോദ്യം ചെയ്യുക. ഇക്കാര്യം വ്യക്തവുമാണ്. വൈറസ് എന്ന പദം ലീഗിന് നൽകിയ യോഗി ആദിത്യനാഥും സ്വാമി ചിദാനന്ദപുരിയുടെ നിലപാടിലുള്ള അഭിപ്രായം തുറന്നു പറയണം. കാരണം നിങ്ങൾ പറഞ്ഞ വൈറസിനെയും ഒപ്പം കൂട്ടണമെന്നാണ് ചിദാനന്ദപുരി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. യോഗിയുടെ അത്ര യോഗ്യതയില്ലെങ്കിലും ചിദാനന്ദപുരിയും ഒരു യോഗി തന്നെയാണല്ലോ. രണ്ടും കാവ്യണിഞ്ഞ സന്യാസിമാരാണ്. ആര് പറയുന്നതാണ് കേരളത്തിലെ ബിജെപി പ്രവർത്തകർ കേൾക്കേണ്ടതെന്ന കാര്യം കൂടി യോഗി ആദിത്യനാഥ് തന്നെ പറഞ്ഞു കൊടുക്കണം. ആശയപരമായ പോരാട്ടമല്ല, മറിച്ച് മനുഷ്യന്റെ വ്യക്തിപരമായ വികാരങ്ങളെ ചൂഷണം ചെയ്യുന്ന തരത്തിലേക്കാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ഒരു വിഭാഗം കൊണ്ടുപോകുന്നത്. അപകടകരമായ നീക്കമാണിത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പരിചിതമായ വെറുപ്പിന്റെ രാഷ്ട്രീയം ഇവിടെ കമ്മ്യൂണിസ്റ്റുകൾക്കെതിരായ വെറുപ്പിന്റെ രാഷ്ട്രീയമായാണ് മാറിയിരിക്കുന്നത്. ഈ ദൗത്യത്തിനായി പച്ചയും കാവിയുമെല്ലാം കൈപ്പത്തിക്ക് കരുത്തേകിയിരിക്കുകയാണ്. ഈ കരുത്തുമതി ചുവപ്പിനെ തുടച്ചു നീക്കാൻ എന്നാഗ്രഹിക്കുന്നവരോട് അത് അതിമോഹമാണ് എന്നതാണ് CPM പ്രവർത്തകരുടെ മാസ് പ്രതികരണം.